ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മറ്റുള്ള ടോപ്പിക്ക് പോലെ ഒന്നല്ല. ഇത് നമ്മൾ 12-12 തമ്പനയിൽ കണ്ടുല്ലോ, 12-12 ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. അപ്പം ഞാൻ കുറേ വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. 12-12 ഒരു ഏഞ്ചൽ നമ്പറാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു നമ്പറാണ്, അങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ കുറേ കണ്ടുട്ടോ യൂട്യൂബിൽ. അപ്പോൾ കുറേ പേർക്ക് അത് സക്സസ് ആണ്. അപ്പോൾ ഞാൻ കുറേ സക്സസ് ആയിട്ടുള്ള കമൻറ്റുകൾ നമ്മൾ കാണുമല്ലോ, ഓരോരുത്തരുടെ വീഡിയോയുടെ അടിയിൽ ഇതിങ്ങനെ ഉണ്ടായിട്ടുണ്ട്, നല്ലതാണ് ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ മെയിനായിട്ട് മറ്റേ നമ്മുടെ ചേച്ചിയില്ലേ, രജനി വയലാർ, ആ ചേച്ചിയുടെ വീഡിയോസായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആളുടെ വീഡിയോ നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ ആൾ പറയുന്നത് കേൾക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെയാണ് ഇങ്ങനെ ആളുടെ ആ സംസാരം ഉണ്ടല്ലോ, അങ്ങനെ ഗസ്റ്റേഴ്സ് ഉണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആളിങ്ങനെ പറയണതും അതായത് നമ്മുടെ ഒരു അമ്മയെ പോലെ ഒക്കെ പറയില്ലേ, അങ്ങനെ പറയണത് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ മെയിനായിട്ട് ആളുടെ വീഡിയോ ആയിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ അതിലെ ചേച്ചി പറയുന്നുണ്ട് ഇങ്ങനെ 12-12 എഴുതുക, രാവിലെ അങ്ങനെ 7 to വൈകിട്ട് 7 എന്നുള്ള ഇതിൽ എഴുതുക. നമ്മുടെ കൈയിൻ്റെ അടുത്ത് കയ്യിൽ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതാ ഇടത് കൈയിൻ്റെ ഈ വിരൽ, മോതിര വിരൽ ഇവിടെ ടു ഇവിടത്തെ ഉള്ളിൽ എഴുതുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് 21 ദിവസമായിട്ട് കണ്ടിന്യൂ ചെയ്യണം, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ. അപ്പോൾ പക്ഷേ എനിക്ക് 21 ദിവസം കണ്ടിന്യൂ ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അല്ല, തിങ്കളാഴ്ച അപ്പോൾ എഴുതി, അതോട്ട് ഒരു അരമണിക്കൂറുമായത് നമ്മൾ ഒരാഗ്രഹം നന്നായി ആഗ്രഹിച്ചു, അല്ലെങ്കിൽ അത് ഉള്ളിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 6 ദിവസം ഓക്കെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ശനിയാഴ്ച ഒരു കടയിൽ വരും. 7ാമത്തെ ദിവസം ഉണ്ടല്ലോ, 7ാമത്തെ ദിവസം ആയി കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യം പാടേ മറന്നു പോകും, എഴുതാനുള്ള കാര്യം പാടേ മറന്നു പോകണ്ട. അപ്പോൾ അത് കാരണം എനിക്ക് അങ്ങനെ 21 ദിവസം അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു 6 ദിവസം ഓക്കെ. അത് കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ച ഞാൻ 1 വീണ്ടും തുടങ്ങും, പിന്നെയും ഇതന്നെ അവസ്ഥ. അങ്ങനെ എനിക്ക് 6 ദിവസം അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ സംഭവം. അപ്പം നിങ്ങൾ കുറേ പേർക്ക് നല്ല എന്താണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് ഇതുവരെ ഇതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല. അതാണ് പറയാനുള്ളത്. ഇതിൻ്റെ ഒരു എന്താ പറയുക, റിസൾട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ റിസൾട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ. അപ്പോൾ ആ ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും വിചാരിക്കും, ഈശ്വര നടന്നിരുന്നെങ്കിൽ. നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇന്നത് വേണം അല്ലെങ്കിൽ ഇന്നത് കിട്ടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് എന്തോ റിസൾട്ട് ശരിയായില്ല. ഇനിയിപ്പോൾ 21 ദിവസം ഞാൻ കണ്ടിന്യൂ ചെയ്യാത്ത കാരണം കൊണ്ടാണോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ, റിസൾട്ട് ശരിയായില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളോടത് ഷെയർ ചെയ്യാം എന്നുള്ളത്. ഒരുപാട് പേർക്ക് ഉണ്ട് കേട്ടോ, നല്ല റിസൾട്ട് പറയണവരുണ്ട്. അപ്പം അത് കേൾക്കുമ്പോഴാണല്ലോ നമുക്കും ഉണ്ടാവും. അപ്പം നല്ല റിസൾട്ട് ഉള്ളവർ അത് പറയും കേട്ടോ, ഈ കമൻറ്റിലൊന്ന് പറയണം. അപ്പം അത് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ചെയ്ത് തുടങ്ങണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ. എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ചിലപ്പോൾ 21 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും, അതൊന്നും നമുക്കറിയില്ല. എനിക്കുണ്ടായിട്ടില്ല, പക്ഷെ എനിക്ക് 21 ദിവസം കണ്ടിന്യൂ ചെയ്യാനും പറ്റണമില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ, അതിങ്ങനെ മറന്നു പോവുകയാണ് ഈ കാര്യം. അപ്പം എനിക്ക് ഈ 12-12 ഈ അത്ഭുത സംഖ്യ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ എന്നൊക്കെ പറയില്ലേ, ഇതെനിക്ക് വർക്കിംഗ് അല്ല. അതാണ് ഞാൻ പറയണത്. 21 ദിവസം കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ പറയുന്നു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആവുന്നുണ്ട് എന്ന് പറയുന്നു. ഞാൻ 6 ദിവസം എന്തായാലും കണ്ടിന്യൂ ചെയ്തു, അതിലെനിക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ എനിക്കത് ബാഡായിരുന്നു, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലതായിരിക്കും, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അനുഭവങ്ങളാണല്ലോ, വ്യത്യസ്തമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല അനുഭവമാണെങ്കിലും ചീത്ത അനുഭവമാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഇതിൽ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇത് പറയാനാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ.